ശ്രീമദ് മഹാഭാഗവത സപ്താഹം യജ്ഞം നാളെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ധ്യാനശ്രമം. ഓം കൃഷ്ണോ രക്ഷതു മാം കുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മനാ കൃഷ്ണാദേവ സമുൽഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്തി കൃഷ്ണേ ഭക്തിരജന്യദാസു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീകൃഷ്ണ കമലാനാഥോ വാസുദേവ സനാതന വസുദേവാത്മജ പുണ്യോ ലീലാമാനുഷ വിഗ്രഹ ശ്രീവത്സലോസ്തുബദലോ യശോദാവത്സലോ ഹരി ചതുർഭുജാത ചക്രാസി ഗദാശങ്കായുധായുധ ദേവകീ നന്ദന ശ്രീശോ നന്ദഗോപ പ്രിയാത്മജ യമുനാ വേഗ സംഹാരി ബലഭദ്ര പ്രിയാനുജ പൂതനാ ജീവിതഫല ശകടാസുര ഭഞ്ജന നന്ദവ്രജനാനന്ദി സച്ചിദാനന്ദ വിഗ്രഹ നവനീത ബലിപ്രാംഗോ നവനീത നടോനക നവനീതനവാകാരോ മുജുകുന്ദ പ്രസാദക ഷോഡശസ്ത്രീ സഹസ്രേശ ത്രിഭംഗീ മധുരാകൃതി ശുഗവാഗപദാബ്ദിന്ദു ഗോവിന്ദോ യോഗിനാംബതി വത്സവാടജരോ നന്ദോ ദേനുകാസുരമർദ്ദന പ്രണീകൃത തൃണാവർത്തോ യമളാദ്രിനഭഞ്ജന ഉത്താലകാല വേത്താജ കമാല ശ്യാമളാകൃതി ഗോപഗോപീശ്വരോ യോഗി കോടി സൂര്യ സമപ്രഭ വിലാപതി പരം ജ്യോതി യാദവേന്ദ്രോ യദുദ്വഹ വനമാലി പ്രീതവാസ പാരിജാതാപഹാരക ഗോവർദ്ധന ചലോദത്ത ഗോപാല സർവപാലക അജോ നിരഞ്ജന കാമ ജനക കഞ്ചലോചന മധുപാ മധുരാനാഥോ ദ്വാരകാനായകോ ബലി വൃന്ദാവനാന്ത സഞ്ചാരി തുളസീധാമ കുഭൂഷണ ശമന്ത്രകമണേഭർത്ത നരനാരായണാത്മക കുബ്ജാകൃഷ്ടാംബരധരോമായി പരമപൂരുഷ മുഷ്ടികാസുരചാണൂര മല്ലയുദ്ധ വിശാരദ സംസാരവൈരി കംസാരി മുരാരിർനരകാന്തക അനാദി ബ്രഹ്മചാരി ച കൃഷ്ണാവസന കർഷക ശിശുപാല ശിരശ്ചേത ദുര്യോധന കുലാന്തക വിദുരാക്രൂരവരദോ വിശ്വരൂപ പ്രദർശക സത്യവാക് സത്യസങ്കൽപ്പ സത്യഭാമാരദോ ജയി സുഭദ്രാ പൂർവജോ ജിഷ്ണു വിശ്വമുക്തി പ്രദായക ജഗദ്ഗുരു ജഗന്നാഥോ വേണുനാഥ വിശാരദ വൃഷഭാസുര വിധ്വംസി ബാണാസുര കരാന്തക യുധിഷ്ഠിര ബദ്ധാവദംസക പാർത്ഥസാരഥിരവ്യക്തോ ഗീതാമൃതമഹോദരി കാളിയഭണമാണിക്യ രഞ്ജിത ശ്രീ പദാംബുജ ദാമോദരോ യജ്ഞഭോക്ത ദാനവേന്ദ്ര വിനാശക നാരായണ പരം ബ്രഹ്മ കന്യകാശനവാഹന ജലക്രീഡാ സമാസക്ത ഗോപീ വസ്ത്രാപഹാരക പുണ്യശ്ലോക തീർത്ഥപാദോ വേദവേദ്യോ ദയാനിധി സർവതീർത്ഥാത്മക സർവഗ്രഹരൂപീ പരാത്പര സർവതീർത്ഥാത്മക സർവഗ്രഹരൂപീ പരാത്പര. ഓം തത്സത്. एवं श्रीकृष्णदेवस्य नाम्नामष्टोत्तरं शतं सर्वसिद्धिप्रदातारं सर्वमृत्युनिवारणं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द. नारायणाखिलगुरो भगवन् नमस्ते नारायणाखिलगुरो भगवन् नमस्ते. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത നിത്യപാരായണത്തിൽ ഇന്ന് ഭാഗവത സംഗ്രഹമാണ് പാരായണം ചെയ്യുന്നത്. എല്ലാവരുടെയും അനുഗ്രഹത്തോടും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സപ്താഹം ഭഗവാന്റെ ആജ്ഞപ്രകാരം നടത്തുന്ന ഈ സപ്താഹം ഭഗവാൻ തന്നെ ഭംഗിയായി നടത്തിത്തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം മഹാത്മ്യത്തോടുകൂടി ശ്രീമദ് മഹാഭാഗവത സപ്താഹം ഭഗവാന്റെ പ്രതിഷ്ഠാനത്തോടനുബന്ധിച്ച് ചെയ്യുന്ന സപ്താഹം യജ്ഞം ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥനാ ശ്ലോകങ്ങൾ. ഓം തത്സത്. ഓം സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാ
സദാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോऽസി മയാ നാഥ ഉദ്യക്തം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഭരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യദാ ഭക്തി പാദയോസ്തവ ജായതേ തദാ പുരുഷ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമ സങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിംബരം തം നമാമി ഹരിംബരം. ഓം ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകം. ജന്മാദസ്യ ദൂര്യാദിജരതശ്ചപ്യേഷ വിഘ്നസ്വരാ തേനേ ബ്രഹ്മഹൃദായാദി കവയേ മുഹ്യന്തി യത്സൂരയ. തേജോ വായുമതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ വൃഷാ ധാമ്നാസേന സദാ നിരസ്തകുഹകം സത്യം വരം ധീമഹി സത്യം വരം ധീമഹി. ഗർഭപ്രോചിത കൈതമൂത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരീരീശ്വര സദ്യോ ഹൃദ്യവൈദ്വജേ പ്രകൃതിഭിः ശുശ്രൂഷുഭിः തക്ഷണാत्. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുദാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാകമഹം വന്ദേ പരമാനന്ദമാധവം. ഭവേ ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം തത്സത്. നാരദസ്തുതി ഭൂമിദേവി നാരദനെ സ്തുതിക്കുന്ന ഭാഗമാണ്. ജയതി ജഗതി മായ യസ്യ കായാദിമസ്തേ വദനരചനമേകം കേവലം ജാഗലയ്യ. ധ്രുവപദമഭിയാതോ യത്കൃപാദോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി. സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് മഹാഭാഗവത നിത്യപാരായണം സപ്താഹത്തിന് ശേഷം ആരംഭിക്കുന്നതായിരിക്കും. ഇന്ന് 12-ാം അധ്യായത്തിലെ 12ാമത്തെ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായം ഭാഗവത സംഗ്രഹം പാരായണം ചെയ്ത് ഭഗവാന്റെ തൃക്കാലത്തിൽ സമർപ്പിക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം തത്സത്. അത് ശ്രീമദ് മഹാഭാഗവത ദ്വാദശസ്കന്ധ ദ്വാദശോധ്യായ. സൂതോവാച നമോ ധർമായ മഹതേ നമഃ കൃഷ്ണായ വേദസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതനാൻ. അത്ര സങ്കീർത്തിതഃ സാക്ഷാത് സർവപാപഹരോ ഹരി നാരായണോ ഋഷികേശോ ഭഗവാൻ സാത്വതാംബദി. അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗതഃ പ്രഭവാപ്യയം ജ്ഞാനം ജഗതു വാക്യാരം പ്രോക്തം വിജ്ഞാന സംയുതം. ഭക്തിയോഗ സമാഖ്യാതോ വൈരാഗ്യം ച തഥാശ്രയം പാരീക്ഷിതമുപാഖ്യാനം നാരദാഖ്യാനമേവ ച. പ്രായോഗവേശോ രാജർഷേ വിപ്രശാപാത് പരീക്ഷിത ശുഗസ്യ ബ്രഹ്മർഷഭസ്യ സംവാദശ്ച പരീക്ഷിത. യോഗധാരണയോത്ക്രാന്തി സംവാദോ നാരദാജയോ അവതാരാനുഗീതം ച സർഗപ്രാധാനികോ കൃത. വിദുരോധവ സംവാദ ശത്രുമൈത്രേയോസ്തദാ പുരാണ സംഹിതാ പ്രശ്നോ
महापुरुष संस्थिति ततः प्राकृतिकः सर्ग सप्तवैकृतिकाश्चैः ततो ब्रह्माण्ड सम्भूतिर्वैराजः पुरुषो यदा कालस्य स्थूलसूक्ष्मस्य गतिपद्मसमुद्भवा भुव उद्धरणे मोदेर्निर्ण्याश्चवतो यथा ऊर्ध्वदिव्यकवाक्सर्गो रुद्रसप्तस्थलेव च अर्धनारी नरस्याथ यदस्वायम्भुवो मनु शतलो वाजया स्त्रीणाम् आद्या प्रकृतिरुत्तमा सन्तानो धर्मपत्नीनां कर्दमस्य प्रजापते अवतारो भगवत कपिलस्य महात्मना देवहूत्यास्य संवाद कपिलेन जधीमता नवब्रह्मसमुत्पत्तिर्दक्षयज्ञविनाशनं ध्रुवस्य चरितपश्चात् ऋतो प्राचीनबर्हिषा नारदस्य च संवादस्ततः प्रयवृतन्विजा नावेत्तदोचरितं वृषभस्य वरदस्य च दीपवर्षसमुद्राणां गिरिरद्विपवर्णनं ज्योतिश्चक्रस्य संस्थानं पातालमदगस्थितिः दक्षजन्मप्रचेतुभ्य सत्पुत्रीणां च सन्तति यदो देवासुरनरस्थित्यन्नकदगादया राक्षस्य जन्मनिधनं पुत्रयोश्च द्विरेतिजा दैत्येश्वरस्य चरितं प्रह्लादस्य महात्मना मन्वन्तरानुवदनं द्विजेन्द्रस्य विमोक्षणं मन्वन्तरावतारस्य विष्णोर्वैशिरादया कौमं लालन्दरं मास्यं वामनं च जगत्पदे क्षीरोदमजनं तद्वत् अमृतार्थे विभवसां देवासुरमहायुद्धं राजवंशानुकीर्तनं जन्मसर्गस्य उद्युम्नस्य महात्मना विनोपाख्यानमप्रोक्तं कालोपाख्यानमेव च सूर्यवंशानुकथनं शशाकाद्यानुगादया सौगन्यं चादशज्ञादे कपुस्तस्य च धीमता गड्वाङ्गस्य च मान्दादो सौगरे सगरस्य च रामस्य कौसलेन्द्रस्य चरितं किल्बिषापहं निमेरङ्गपरित्यागो जनकानां च सम्भवा रामस्य भार्गवेन्द्रस्य निक्षत्रकरणं भुवा ऐलस्य सोमवंशस्य यादेनभुषस्य च गौष्यन्तेर्भरतस्यापि शन्तनोत्कलसुतस्य च यादेज्येष्ठपुत्रस्य यदोर्वंशो कीर्तिता तत्रावतीर्णो भगवान् कृष्णाख्यो जगदीश्वर वसुदेवगृहे जन्म ततो वृद्धिश्च गोकुले सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द तस्य कर्माण्यपाराणि कीर्तितान्यस्फुरद्विषा पूतनासुभयोत्पानं शगडोच्चाडनं शिशो ऋणावर्तस्य निष्पेष तदैव भगवंसयो रेणुकस्य सहभ्रातु प्रलम्बस्य च संशया भोगानां च परित्राणं तावाक्येव संस्पदा कमलं कार्यस्याके महाकेर्नन्दमोक्षणं मृगचर्यात् कन्यानां यत्र दुष्टोच्युतो हृदे प्रसादो यज्ञपत्नीभ्यो विप्राणां चानुकाबनं गोवर्धनोदारणं च शक्रस्य सुरवेदका यज्ञाभिषेकं कृष्णस्य श्रीविक्रीडाजरात्रिषु शङ्खचूडस्य दुर्बुद्धे पदोरिष्टस्य केशिना अक्रूरागमनं पश्चात् प्रस्थानं रामकृष्णयो व्रजस्त्रीणां विलापश्च मधुरालोकनं तथा चाणूर कंसादीनां च योगदा मृगस्यानेनं सूनो पुनः सान्दीपने गुरु मधुरायां सदा ऋतुचक्रस्य प्रियं सन्धसमानीर सैन्यस्य भूषोध कादलविद्यमनेन्द्रस्य यशस्तल्यानिवेशनम् आदानं पारिजातस्य सुधर्मायासुरालया रुक्मिण्याहरणं युद्धे प्रमद्य दिशतो हरे हरस्य जृम्भणं युद्धे बाणस्य निजकुन्दलं प्राग्ज्योतिषपतिं हत्वा कन्यानां हरणं चयेत् चैत्यपौण्ड्रकशालानां गन्धवक्त्रस्य दुर्मदे शम्बरोदिविदत्पीडो मुरपञ्चजनादया माहात्म्यं च वदस्तेषां वाराणस्याश्च गाहनं वारावरणं भूमि निमित्तीकृत्य पाण्डवान् विप्रशावावदेशेन
संहारस्य कुलस्य च उद्धवस्य च संवादो वासुदेवस्य चाद्भुता यत्रात्मविद्या अखिला प्रोक्ता धर्मविनिर्णया ततो मध्यपरित्यागे आत्मयोगानुभावः युगलक्षणवृत्तिश्च तनो नामुपप्लवा प्रलय उत्पत्तिस्त्रिविधा तदा देहत्यागस्य धीमता तदा महापुरुषविन्यास सूर्यस्य जगदात्मना इति चोक्तं द्विजश्रेष्ठा यत्पृष्टोऽहमिहास्मि वा लीलावतारकर्माणि कीर्तितानीह सर्वशः पतितस्खलितश्चात् श्रुत्वा वा विवशो ब्रुवन् हरे नमः उच्यते सर्वपादका पतितस्खलितश्चात् श्रुत्वा वा विवशो ब्रुवन् हरे उच्यते सर्वपादका पतितस्खलितश्चात् श्रुत्वा वा विवशो ब्रुवन् हरे उच्यते सर्वपादका सैद्यमानो भगवाननन्द हिपुंसां प्रविश्य चित्तं विघ्नोद्यशेषं यदागमाको वृणिवादिवादा कुशागिनस्ताय सतीरसल्कथा न तद्यते भगवान् दोषजा तदेव सत्यं तदेव मङ्गलं तदेव पुण्यं भगवद्गुणोदयं तदेव नवं नवं तदेव शस्यन्नरसोमहोत्सवं तदेव शोकार्णवशोकं यदुत्तमश्लोकगुणं तत्र हि साधनोमला स्ववागिसर्गो जनतागसम्प्लवा यस्मिन् प्रतिश्लोकमबद्धवत्यपि नामाननं यस्येषोदितानि शृण्वन्ति गायन्ति गृह्णन्ति साधवा नैष्कर्म्यमप्यच्युतभाववर्जितं न शोभते ज्ञानमलं निरञ्जनं कुतः पुनः शश्वतभद्रमीश्वरे न ह्यर्पितं कर्म यदप्यनुत्तमं यशस्यामेव परिश्रमः करो वर्णाश्रमाचारतपःसुरादिषु अविस्मृति श्रीधरपादपद्मयो पादविन्दयो शिनोत्यभद्राणि समं दनोदिजा तत्त्वस्य शुद्धिं परमात्मभक्तं ज्ञानं च विज्ञानविराशयुक्तं भूरिभागा यच्चदात्मन्यखिलात्मभूतं नारायणं देवमदेवमीश अजस्रभावो भजताविवेश अहं च संस्मारितात्मतत्त्वं सुगं पुरामे परमशिवक्ता प्रायोगवेशेन तदेवदीक्षिता सदस्य श्रीनामहतां च शृण्वदा एतद्भक्तविदं विप्राकजनीयोरुकर्मणा माहात्म्यं वासुदेवस्य सर्वाशुभविनाशनं ये एवं श्रावये नित्यं व्यामक्षणमनन्यति श्रद्धावान्योऽनुसूयात् पुनत्यात्मानमेव सा द्वादश्यामेकादश्यां वा शृण्वन्नायुष्यवान् भवेत् पठस्तिनस्तिर्प्रयगस्तनो भवत्यपादगी पुष्करे मधुरायां च द्वारपत्यां यदात्मवान् उपोष्य संहितामेतां पठित्वा मुच्यते भया देवदामुनया सिद्धा विजरो मनोनुवा यचन्द्रिकामान् विनदा शृण्वतो यस्य कीर्तना तुजो यजुंसि सामानि द्विजोदीत्यानुविन्दते मधुकुल्यामृतकुल्या अयकुल्याश्च तत्फलं पुराणसंहितामेता अधीत्य प्रेतो द्विजा प्रोक्ता भगवदायतु तत्त्वदनन्तरमं व्रजे विप्रोदीत्याप्याप्रज्ञा राजन्योदनिवेदनां वैशोनिवदित्वं च शुद्धशुद्धेन पादवा कलिमलसंहतिकालनोगिरेशो अनिदिगरत्नगिरेयविष्णु इहतु पुनर्भगवान् शेषमूर्ति परिपठितोऽनुपदं कथाप्रसङ्गे तमहमजनन्तमात्मसत्यं जगदुदयस्थितिसंयमात्मशक्तिं विभति विरज शक्रशङ्करान्ते गुरवसिदस्तवमच्युतं नतोऽस्मि उपचितनवशक्तिविश्व आत्मा उपजितजङ्गमालयाय भगवदौपलब्धिमात्रधाम्ने सुरर्षभाय नमः सनातनाय
സുസുഖനിവൃതചേതാപ്രഭ്യുതസ്യാഞ്ജഭാവോ അജിതരജിതരഹിതാ കൃഷ്ണസാരസ്ത്വദീയം യദനുപകൃതയായസ്തത്വദീപം പുരാണം തമഖിലവൃജിനഗ്നം വ്യാസസൂനുന്നതോസ്മി തമഖിലവൃജിനഗ്നം വ്യാസസൂനുന്നതോസ്മി. ഓം തത്സത്. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ വാൽമീകി സംഹിതായാം ദ്വാദശസ്കന്ധാർത്ഥനിരൂപണം നാമ ദ്വാദശോധ്യായം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം കീർത്തനത്തോടുകൂടി ഇന്നത്തെ ഭാഗവത പാരായണം ഭഗവാൻ സമർപ്പിക്കുകയാണ്. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. കമല കൃഷ്ണ കങ്കണ കലയുഗള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദളനീല ദേവാ ജയ ജയ ഭാഗവത. ഗദിനവനീതഹര കൃഷ്ണ കരുണീ ചിത്തഹര ദേരാ പാലയ ദാമോദര ഹരി തുളസീദാമദര ദേവാ ജയ ജയ ഭാഗവത. ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന ദേവാ ജയ ജയ ഭാഗവത. നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരീകൃതം സ്തുതിവര ശുഭഫലക ദേവാ ജയ ജയ ഭാഗവത. ഭൂതാന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത. ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത പാരായണം ഭഗവാന്റെ കൃപയ്ക്ക് സമർപ്പിക്കുന്നു. ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭജന പ്രയാഗത്തോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവാന്റെ കൃപയ്ക്ക് സമർപ്പിക്കുകയാണ്. ഓം തത്സത്. ഇദം ശരീരം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരം ഗുണാതീതമവ്യക്തമേകം തുരീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ. വിശുദ്ധം ശിവം ശാന്തമാദ്യന്തശൂന്യം ജഗജ്ജീവനം ജ്യോതിരാനന്ദരൂപം അതിദേശകാലം വ്യവച്ഛേദനീയം ത്രയീ